നവ്യ നായർ പൊതുവെ പണമൊക്കെ മുടക്കാൻ ഒരു അല്പം പിശുക്കിയാണെന്നാണ് അവരുടെ സഹപ്രവർത്തകരിൽ പലരും പറയാറുള്ളത്. നവ്യ തന്നെ പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട് അനാവശ്യമായി പണമൊന്നും മുടക്കുന്നതത്ര ഇഷ്ടമുള്ള കൂട്ടത്തിലല്ല എന്ന്. എന്നാൽ കഴിഞ്ഞ ദിവസം ഓണത്തിന് നവ്യ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു പണിയാണ് താരത്തിന് കിട്ടിയതെന്ന് പറയുന്നതാണ് സത്യം. അതും 8ന്റെ പണി. ഓണ സമയത്ത് ഒരു നാടൻ ലുക്ക് വരാൻ വേണ്ടി ഒരു മുഴം പൂവൊക്കെ തലയിൽ ചൂടി മെൽബണിലേക്ക് യാത്ര തിരിച്ചതായിരുന്നു നവ്യ. എന്നാൽ അവിടെ നവ്യയെ കാത്തിരുന്നത് വളരെ വിചിത്രമായ ചില സംഭവങ്ങളായിരുന്നു. ഖത്തറിൽ നിന്നും കണക്റ്റഡ് വിമാനത്തിലാണ് കയറിയത്. ഖത്തറിൽ വരെ ഒരു കുഴപ്പങ്ങളും ഉണ്ടായിരുന്നില്ല. മെൽബണിൽ എത്തിയപ്പോൾ തലയിൽ വെച്ച മുല്ലപ്പൂവിന് നവ്യ കൊടുക്കേണ്ടി വന്നത് നാട്ടിലെ ഏകദേശം 1.25 ലക്ഷത്തോളം രൂപയാണ്. അതെന്താണെന്നല്ലേ? ഫൈന്. മെൽബണിൽ ജൈവ വ്യവസ്ഥയെ അപഹരിക്കുന്ന രീതിയിലുള്ള ഒരു സാധനങ്ങളും അവർ അനുവദിക്കില്ല. അങ്ങനെയുള്ള ഒരു സാധനമായാണ് അവർ മുല്ലപ്പൂവിനെ കണ്ടത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഫൈൻ വരുന്നത് സാധാരണയായ കാര്യമാണ്. അങ്ങനെ ഫൈൻ വരികയായിരുന്നു ചെയ്തത്. ആ ഫൈൻ കൊടുക്കേണ്ടിയും വന്നു നവ്യ നായർക്ക്. പല പല പ്രശ്നങ്ങൾ കാരണം മെൽബണിൽ ഇത്തരം സാധനങ്ങളൊന്നും കയറ്റാൻ അനുവദിക്കില്ല. ഇത് കൈവശം വെക്കുന്നവർക്ക് വലിയ തോതിൽ തന്നെ ശിക്ഷയും ഉണ്ടാവാറുണ്ട്. മുല്ലപ്പൂ കയ്യിൽ വെച്ചാൽ വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. ഒരിക്കൽ മുയലിനെ ഈ നാട്ടിലേക്ക് കൊണ്ടുവന്ന് അവിടെയുള്ള കൃഷിയെല്ലാം നശിപ്പിച്ചു കളഞ്ഞു. അതിനുശേഷം ഇത്തരം കാര്യങ്ങൾ ഒന്നും തന്നെ അവിടെ അനുവദനീയമല്ല. ഇതറിയാതെയാണ് നവ്യ നായർ മുല്ലപ്പൂ ഒക്കെ ചൂടിക്കൊണ്ട് അവിടേക്ക് എത്തിയത്. അവിടെ എത്തിയതിനു ശേഷമാണ് പണി പാളിയെന്ന് നവ്യയ്ക്ക് മനസ്സിലായത്. നാട്ടിലെ 1.25 ലക്ഷം രൂപയോളം പിന്നീട് ഫൈനായി നൽകേണ്ടി വന്നു നവ്യയ്ക്ക്. കഴിഞ്ഞ ദിവസം അതിനുശേഷം ഒരു സ്റ്റാറ്റസോ വീഡിയോയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നവ്യ നായർ. ഫൈൻ അടിക്കുന്നതിന് മുൻപുള്ള പ്രഹസനം എന്ന് പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ വളരെ രസകരമായ കമന്റുകളാണ് എത്തിയത്. നിരവധി ആളുകളാണ് നവ്യയുടെ ഈ ഒരു വാർത്തയിൽ പ്രതികരിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത്.